ഗൈസ്, അങ്ങനെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടു എന്നാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പെട്ടെന്ന് മറ്റേ ഷസാമിന്റെ റിവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ ഇട്ടായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ മറന്നുപോയടാ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് തിരക്കായിരുന്നുണ്ട് 2 ദിവസമായിട്ട്. അതിനിടയ്ക്കാണ് ഈ സംഭവം കണ്ടു നിർത്തി. ഞാൻ 6 എപ്പിസോഡാണ് കണ്ടു തീർത്തു. ഡയറക്റ്റഡ് ബൈ അഹമ്മദ് കബീർ സോറി, നമ്മുടെ മധുരമൊക്കെ എഴുതിയ മധുരവും പിന്നെ അതിന്റെ ജൂണ് ഇത് രണ്ടും ഡയറക്റ്റ് ചെയ്ത കേരള ക്രൈം ഫയൽസ് ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് ചെയ്ത മച്ചാനാണ് ഈ സിനിമ ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യം പുള്ളിയുടെ അടുത്ത് പറയാനുള്ളൂ. ബ്രോ, നിങ്ങളൊരു സിനിമ ഇറക്കുക, ഒരു കിടില ക്രൈം ത്രില്ലർ നല്ല ലീഡ് ആക്ടേഴ്സിനെ വെച്ച്. ഇതിലും അത്യാവശ്യം നല്ല ലീഡൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ, ഹരിശ്രേഷവൻ ചേട്ടൻ, പിന്നെ ലാലുണ്ട്, അജു വർഗീസ് ഉണ്ട്, പുതിയൊരു മച്ചാനുണ്ട്. ആ മച്ചാന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ ആളെ ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. മച്ചാൻ, നിങ്ങളൊരു സിനിമ എടുക്ക്, തിയേറ്ററിലോട്ടൊരു സിനിമ കിട്ടുക, പൊളിയായിരിക്കും. നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലും എല്ലാം അടിപൊളിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ കിഷ്കിണ്ട കാണ്ഡത്തിന്റെ റൈറ്ററാണ്, ബാഹുൽ രമേശാണ് എഴുതിയിരിക്കുന്നത്. പുള്ളീൻ്റെ ഇതുകൊണ്ട് അറിയാലോ. അതുകൊണ്ട് സ്ക്രീൻ പ്ലേ ഒക്കെ ഇത്ര സ്മൂത്ത് ആയിട്ട്, ഒരു പോയിന്റ് പോലും നമുക്ക് ലാഗ് അടിക്കാതെ ഇത്ര സ്മൂത്ത് ആയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കഴിവാണ്. നിങ്ങൾക്ക് എഡ്ജ് ഓഫ് ദ സീറ്റിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റും. പഴയ ജിത്തു ജോസഫിനെ പോലെ കിടിലൻ ട്വിസ്റ്റൊക്കെ തന്നെ നമ്മളെ ഞെട്ടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറെ കഴിവ് നിൽക്കുന്നുണ്ട്. ആനയ്ക്ക് വലിപ്പം അറിയില്ലെന്ന് പറയണ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് ചെയ്യണമെന്നുള്ളത് അതൊക്കെ ശരിയാണ്. ബട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ ഒരു സിനിമ വേണമെന്നുള്ളത്. പിന്നെ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി 2 ബ്രില്യൻ, കഥയ്ക്ക് ആണെങ്കിൽ ഒരു ഒഴുക്കുണ്ട്, സ്ക്രീൻ പ്ലേ ആണെങ്കിൽ നല്ലോണം പോയിട്ടുണ്ട്. ടോട്ടലി മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മ്യൂസിക് അങ്ങനെ നമ്മുടെ ഹിഷാമാണ് കേട്ടോ, ഹിഷാം അബ്ദുൾ വഹാബാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ആണെങ്കിലും കുറെ സിറ്റുവേഷനിലൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. എല്ലാം നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഞാൻ ഒരു കാര്യം പറയാണ്, ഫസ്റ്റ് സീസൺ വെച്ച് നോക്കുമ്പോൾ അത്ര ഇല്ല. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഫസ്റ്റ് സീസൺ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത് ഒരു പീക്ക് സാധനമായിരുന്നു. അത് എന്തായാലും ഷിജു പാറയിൽ വീട് നീണ്ട കര എന്നാണ് അതിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇതെന്താടെ മറ്റേ അമ്പിളി, മിസ്സിംഗ് കേസ് ഓഫ് അമ്പിളി അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ ടൈറ്റിൽ. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അത് നോക്കിയില്ല. വെയിറ്റ് ഇപ്പൊ തന്നെ നോക്കിയിട്ട് പറയാം. മറ്റത് ഞാൻ പറയാമല്ലോ, ആ ഒരു ക്യാരക്ടർ ആയാലും, ആ ഷിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത മച്ചാനാണെങ്കിലും എല്ലാം കൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹോട്ട്സ്റ്റാറിൽ ആദ്യമായിട്ട് ഒരു മലയാള സീരീസ് വരുന്നു എന്ന് അറിഞ്ഞു. കണ്ടു നോക്കാം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ട് 6 ചടപടയെന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഞാനിന്ന് കണ്ടാണ്. വേറെ ഒരു പണിക്കും പോയില്ല. ഇതും അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ അത് നമുക്ക് വേറെ ഒരു പ്ലാൻ ഇല്ല. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട് കണ്ടു നോക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഓണാക്കി ഇരുന്നതും ഒറ്റ ഇരിപ്പില് പക്കരുത്. 2023 ജൂണിൽ എന്തുവാണ് അത് ഇറങ്ങിയത്. ആൻഡ് ഇതിന്റെ സംഭവത്തിന്റെ പേരെന്താ, സെർച്ച് ഫോർ CPO അമ്പിളി രാജു സീസൺ 2. അതാണ് ദ സെർച്ച് ഫോർ CPO അമ്പിളി രാജു. അപ്പോൾ ഇവരുടെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഇന്ദ്രൻ ചേട്ടന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇന്ദ്രൻ ചേട്ടന്റെ ഹരിശ്രേഷവൻ ചേട്ടന്റെ ഒരു കോൺവെർസേഷൻ സീനുണ്ട്. ഇതൊക്കെ ഭയങ്കര രസമായിട്ട് അവരെ ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. മെയിൻ ലീഡ് ചെയ്ത മച്ചാനാണെങ്കിലും അത്യാവശ്യം ഡീസന്റ് ചെയ്തിട്ടുണ്ട്. നൂറിൻ ചെറിയ റോളുണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ ഒബ്ജക്റ്റ് ചെയ്യുന്ന 2-3 പട്ടികളുണ്ട്. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതും അങ്ങനത്തെ സ്ക്വാഡിലൊക്കെ ഉള്ള പട്ടികളൊക്കെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതിനെയൊക്കെ ട്രെയിൻ ചെയ്ത രീതിയാണെങ്കിലും അതിനെയൊക്കെ കാണിച്ച രീതിയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് കൊച്ചിയാണ് കുറെ കാണിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രം ഉണ്ട്, ശരിയാണ്, ട്രിവാൻഡ്രം ഉണ്ട്. പക്ഷെ കൊച്ചിയിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ചുറ്റുവട്ടം ഞാൻ ഡെയിലി റൗണ്ട് അടിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഒരു കംപ്ലീഷൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്നെ മെസ്സേജ് ചെയ്തു, എടാ ഇത് അങ്ങനെയല്ല, അവിടെ ഇങ്ങനെ ശരിയായില്ല, ഇവിടെ ഇങ്ങനെ ശരി. നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സീരീസ് കണ്ടു നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ അത്ര എലാബറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു 2-3 പോയിന്റിൽ ഒരു എന്താ പറയുക, ഒരു ഇൻകംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യണ്ട. അല്ലാത്ത പക്ഷം പെർഫെക്റ്റ് ആണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, നല്ല ഒഴുക്കിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ എൻഡിങ് ഒരുമാതിരി റഷ്ഡ് ഔട്ട് ആയ പോലെ ആയിപ്പോയി. നിങ്ങൾക്ക് കുറച്ചും കൂടി എപ്പിസോഡ് ഇട്ടിരുന്നെങ്കിൽ, അവരുടെ ഒരു മേക്കിംഗ് സ്റ്റൈലായതുകൊണ്ട് എത്ര എപ്പിസോഡ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇട്ടോ.
സീസൺ 3ഓ 4ഓ 5ഓ എത്ര ആണെങ്കിലും ഇറക്കിക്കോ, കാണാൻ ഞാൻ റെഡിയാണ്. ആ ഒരു സംഭവം ഉണ്ടല്ലേ, 1000 ബേബീസ് ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ പറഞ്ഞാണ്. അതിൽ നമ്മുടെ മറ്റേ മച്ചൻ 1983 ഉള്ള ആ മച്ചൻ്റെ അഭിനയമാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അഹമ്മദ് കബീർ പൊളിച്ചു, അത് ഹാറ്റ്സ് ഓഫ്, അത് പറഞ്ഞേ പറ്റുള്ളൂ. എന്തുകൊണ്ടും കിടിലൻ ഒരു ഡയറക്ടറാണ്. മധുരം എന്ന് പറഞ്ഞ സിനിമ പക്ക ഫീല് പടമാണ്. അതൊക്കെയാണ് അതും അതിലുണ്ട്. അതിലും ആ സ്ക്രീൻ പ്ലേന്റെ ഒരു ഒഴുക്കുണ്ട്. ഇപ്പോൾ അർജുൻ അശോകൻ നല്ല ഊണ് കഴിക്കണമെന്ന് പറയുമ്പോൾ ജോജി ചേട്ടൻ മറ്റേ മോരേറി മീൻ പൊരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നാവിൽ വെള്ളമാണ്. അത് കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് വേണം, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ആ ഒരു ക്യാരക്ടേഴ്സായിട്ട് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഗ്രിപ്പിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ്. നല്ലൊരു റൈറ്ററിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അത്ര പറയുള്ളൂ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. കമ്പയറിങ് സീസൺ 1 വിത്ത് സീസൺ 2, സീസൺ 1 ആണ് അടിപൊളി, അതാണ് കിടിലം. സീസൺ 2 ഇസ് ലൈക്ക് കുഴപ്പമില്ല, ഒരു ചെറിയ 2-3 പിഴവുകൾ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി. അതാണ് സംഭവം. ബട്ട് സ്ക്രീൻ പ്ലേ, ടെക്നിക്കൽ സൈഡ്, മ്യൂസിക്, ക്യാമറ എല്ലാം പൊളി. പ്രസന്റേഷൻ ശൈലിയൊക്കെ അടിപൊളിയാണ്. ആ ഒരു കളർ ടോൺ ആയാലും നൈസാണ്. സോ അത്രയും എനിക്ക് പറയുള്ളൂ. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. ബൈ ബൈ.